IPL-ൽ ഉറപ്പായും വിജയിക്കേണ്ടിയിരുന്ന മത്സരം വലിച്ചെറിഞ്ഞ് ആരാധക രോഷത്തിന് ഇരയാക്കിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ 18ാം ഓവർ വരെ ജയിച്ചു നിന്ന ശേഷമാണ് അടുത്ത 3 ഓവറിൽ അവർ എതിരാളികൾക്ക് 2 റൺസിന്റെ ജയം ദാനം ചെയ്തത്. ഇതോടെ ഈ സീസണിലെ IPL പ്ലേ ഓഫിൽ ഇനി റോയൽസ് ഉണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്തു. ഹോം ഗ്രൗണ്ടായ ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ 181 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽസിന് 5 വിക്കറ്റിനും 178 റൺസ് നേടാനേ കഴിഞ്ഞു. തുടരെ 2ാം കളിയിലാണ് ജയമുറപ്പിച്ച് ഇടത്തുനിന്നും റോയൽസ് തോൽവിയിലേക്ക് വീണത്. ഡൽഹി ക്യാപിറ്റൽസുമായുള്ള അവസാന കളിയിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. അന്നത്തെ മത്സരം ടൈയിൽ കലാശിച്ച സൂപ്പർ ഓവറിൽ റോയൽസ് തോൽക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ലക്നൌവിനെതിരെ ഒരു ഘട്ടം വരെ എളുപ്പത്തിൽ ജയിക്കുമെന്ന് തോന്നിച്ച മത്സരം റോയൽസ് കൈവിടാനുള്ള പ്രധാന കാരണം? ആരൊക്കെയാണ് ടീമിന്റെ പ്രധാനപ്പെട്ട വില്ലന്മാരെന്ന് അറിയേണ്ടതുണ്ട്. ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ വില്ലൻ ഡെത്ത് ഓവറിലെ ബൗളിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സന്ദീപ് ശർമ്മയാണ്. കാരണം 20ാം ഓവറിൽ അത്രയും പരിതാപകരമായിരുന്നു അദ്ദേഹത്തിന്റെ ബൗളിംഗ് പ്രകടനം. 27 റൺസാണ് അവസാന ഓവറിൽ മാത്രം അദ്ദേഹം വാരിക്കോരി നൽകിയത്. 4 സിക്സറുകൾ അടക്കമായിരുന്നു ഇത്. അല്ലായിരുന്നെങ്കിൽ LSGയുടെ ടോട്ടൽ 160 റൺസ് പോലും കടക്കുമോ എന്നത് സംശയമായിരുന്നു. ജോഫ്ര ആർച്ചർക്കായിരുന്നു 19ാം ഓവർ ഉജ്ജ്വലമായി പന്തെറിഞ്ഞ അദ്ദേഹം വെറും 7 റൺസ് മാത്രമേ ഈ ഓവറിൽ വിട്ടു നൽകിയുള്ളൂ. 19ാം ഓവറിൽ 5 വിക്കറ്റിന് 153 റൺസ് മാത്രമേ LSGയുടെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നു. തുടർന്നാണ് 20ാം ഓവർ എറിയാൻ സന്ദീപിനെ റോയൽസ് ക്യാപ്റ്റൻ റിയാൻ പരാഗ് ക്ഷണിച്ചത്. പക്ഷേ ഇത് ദുരന്തത്തിൽ കലാശിക്കുകയായിരുന്നു. 2ാമത്തെയും 3ാമത്തെയും ബോളുകൾ അബ്ദുൾ സമദ് സിക്സറിലേക്ക് പറത്തി. ഒന്ന് താഴ്ന്ന ഫുൾ ടോസ് ആയിരുന്നെങ്കിൽ മറ്റൊന്ന് ഷോർട്ട് ബോൾ ആയിരുന്നു. തല്ല് കിട്ടിയിട്ടും പാഠം പഠിക്കാതെ വീണ്ടും ഷോർട്ട് ബോളുകളാണ് സന്ദീപ് എറിഞ്ഞത്. ഇതോടെ 5ാമത്തെയും അവസാനത്തെയും ബോളുകൾ വീണ്ടും 2 സിക്സറുകൾ കൂടി സമദ് പറത്തി. ഒറ്റ യോർക്കർ പോലും ഈ ഓവറിൽ എറിയാൻ സന്ദീപിനായില്ല. ഇതാണ് LSGയെ 153-ൽ നിന്നും ഒറ്റയടിക്ക് 180 റൺസിലേക്ക് ഉയർത്തിയത്. ഈ ടോട്ടൽ ഏത് പിച്ചിലും വെല്ലുവിളി ഉയർത്തുന്ന ടോട്ടൽ തന്നെയാണ്. 2ാമത്തെ വില്ലനായിട്ട് രാജസ്ഥാൻ റോയൽസിന്റെ 2ാമത്തെ വില്ലൻ 5ാം നമ്പറിൽ ഇറങ്ങിയ വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവ് ജുറേലാണ്. 5 ബോളുകൾ ക്രീസിൽ തട്ടിയും മുട്ടിയും നിന്നു. എന്നിട്ടും പുറത്താവാതെ അദ്ദേഹം നേടിയത് 6 റൺസാണ്. കളിയുടെ അപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ ഇത്തരമൊരു സ്ലോ ഇന്നിംഗ്സ് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. കുറെ കൂടി അഗ്രസീവായി ബാറ്റ് വീശി 1-2 4 6 ജുറേൽ പായിച്ചിരുന്നെങ്കിൽ റോയൽസ് അനായാസം ജയിക്കുമായിരുന്നു. ആവേശ് ഖാൻ എറിഞ്ഞ 18ാം ഓവറിലെ ആദ്യ ബോളിൽ യശസ്വി ജയ്സ്വാൾ മടങ്ങിയ ശേഷമാണ് ജുറേൽ ക്രീസിലെത്തിയത്. ബൗളറെ കടന്നാക്രമിച്ച് പ്രതിരോധത്തിലാക്കുന്നതിന് പകരം ഡിഫൻസീവ് ശൈലിയാണ് താരം സ്വീകരിച്ചത്. ഇതോടെ ബൗളറുടെ ആത്മവിശ്വാസം കൂടുകയും ഉജ്ജ്വലമായി പന്തെറിയുകയും ചെയ്തു. നേരത്തെ ഡൽഹി ക്യാപിറ്റൽസുമായുള്ള തൊട്ടുമുമ്പത്തെ കളിയിലും റോയൽസിന്റെ തോൽവിക്ക് പ്രധാന കാരണക്കാർ ജുറേലും സന്ദീപ് ശർമ്മയുമായിരുന്നു.